ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ആക്റ്റീവ് വോയിസിൽ നിന്നും ഒരു സെൻറ്റൻസിനെ എങ്ങനെ പാസീവ് ഫോമിലേക്ക് മാറ്റാം എന്നുള്ളത്. ഇത് വരുന്ന LDC എക്സാമുകൾക്കും അതേപോലെ 8, 9, 10, +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു സെൻറ്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ എന്നറിയാൻ വെർബ് പ്ലസ് ING ഫോം ഉണ്ടോ എന്ന് നോക്കുക. പാസ്റ്റ് അപ്പോൾ വാസ് ഓർ വെയർ വേണം. വെർബിൻ്റെ ING ഫോം ആണോ ആ സെൻറ്റൻസിലെന്ന് കണ്ടു കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബിൻ്റെ ING ഫോം അതിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ആ റൂൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. അപ്പോൾ ആ റൂൾ നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3, അതായത് തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വാസ് ഓർ വെയർ ബീയിങ് V3 ബൈ സബ്ജക്റ്റ്. ഇത്രയും നിങ്ങൾ പഠിച്ചു വച്ചിരുന്ന ഏതൊരു സെൻറ്റൻസ് കിട്ടിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. പാസീവ് ഫോമിൽ ഉള്ള സെൻറ്റൻസിൽ വാസ് ഡൂയിങ് ഒരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുക. വാസ് ഡൂയിങ്. വാസ് ഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാസ് ബീയിങ് ഡൺ എന്നായി മാറും പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ. ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതായത് ആരാലോ ആരുടെ ഹെൽപ്പോടു കൂടി ആ പ്രവൃത്തി നടക്കുകയാണ്. അതാണ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വാസ് ബീയിങ് ഡൺ എന്ന വേർഡിന് അർത്ഥം. ഡു എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ് ഡൺ എന്നത്. അതാണ് വാസ് ബീയിങ് ഡൺ. ഈ എപ്പോഴാണ് നമുക്ക് പാസീവ് വോയിസിൽ വാസ് ഓർ വെയർ, വാസും വെയറും ഒരു സെൻറ്റൻസിൽ ഒരുമിച്ച് വരാറില്ല. അപ്പോൾ എപ്പോഴായിരിക്കും വാസ് ഉപയോഗിക്കുന്നത്, എപ്പോഴായിരിക്കും വെയർ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വാസ് പ്ലസ് V3 ചേർക്കണം. വാസ് പ്ലസ് ബീയിങ് പ്ലസ് V3 തേർഡ് ഫോം. പ്ലൂറൽ ആണെങ്കിൽ ആ സെൻറ്റൻസിൽ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 എന്നായി മാറും. സിംഗുലർ വെർബാണ്. അപ്പോൾ സിംഗുലർ ഒബ്ജക്റ്റ് ആണെങ്കിൽ വാസ്, പ്ലൂറൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ വെയർ. അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതാണ്. നമുക്കിനി എക്സാമ്പിളിലേക്ക് പോകാം. ബീന വാസ് ഡൂയിങ് സം വർക്ക്. ഈ സെൻറ്റൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം? ബീന വാസ് ഡൂയിങ്. വാസ് ഡൂയിങ് നേരത്തെ തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മീനിങ്. അതാണ് പാസ്റ്റ് കണ്ടിന്യൂ. നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ബീന വാസ് ഡൂയിങ് സം വർക്ക്. ബീന കുറച്ച് ജോലികൾ എന്ത് ചെയ്യുകയാണ്? ചെയ്തുകൊണ്ടിരിക്കുന്നു. ബീന വാസ് ഡൂയിങ് സം വർക്ക്. ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് എന്താണ്, വെർബ് എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ നോക്കിയാൽ ഈ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് എന്തുവാണ്? സം വർക്ക്. സബ്ജക്റ്റ് എന്നുള്ളത് ബീന, സബ്ജക്റ്റ് ബീന, വെർബ് സം വർക്ക്. ഒബ്ജക്റ്റ് സം വർക്ക്, വെർബ് ഡു ആണ് വെർബ്. ഇനി ഈ സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഫോർമുല പഠിച്ചു. എന്തുമായിരുന്നു? ആദ്യം ഒബ്ജക്റ്റ് വരണം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്തോ സം വർക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് സിംഗുലർ ഒബ്ജക്റ്റ് ആണ്. സോ വാസ് ബീയിങ് പ്ലസ് V3 വരണം. ഡു എന്ന പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോം എന്ന് പറയുന്നതാണ് ഡൺ. ഡു, ഡിഡ്, ഡൺ അതാണ് അതിൻ്റെ ഫോം. അപ്പോൾ ഫസ്റ്റ് ഫോം ഡു, സെക്കൻഡ് ഡിഡ്, ദെൻ ഡൺ. ഡൺ വരുമെന്ന് മനസ്സിലായപ്പോൾ തേർഡ് ഫോം ഡൺ. സം വർക്ക് വാസ് ബീയിങ്. ബീയിങ് എന്നുള്ള നമ്മുടെ ഫോമുലയിലുള്ള വേർഡാണ്. അപ്പോൾ എന്തുവാ പറയണം? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സിംഗുലർ ഒബ്ജക്റ്റ് ആണ്. സോ വാസ് വരും. സം വർക്ക് വാസ് ബീയിങ് ഡൺ ബൈ നമ്മുടെ ഫോമുലയിലുള്ള വേർഡ് ഡൺ ബൈ ബീന. ബീന സബ്ജക്റ്റ് ആണ് ഇവിടെ. ബീന എന്ന് പറയുമ്പോൾ സം വർക്ക് വാസ് ബീയിങ് ഡൺ ബൈ ബീന. വേറൊരു എക്സാമ്പിൾ നിങ്ങൾ തനിയെ ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. തനിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. റാണി വാസ് ടേക്കിംഗ് 2 balls. ഇവിടെ ഒബ്ജക്റ്റ് എന്തുവാണ്? 2 balls എന്നുള്ളതാണ് ഒബ്ജക്റ്റ്.
ഒബ്ജക്റ്റ് പ്ലൂറൽ വേർഡാണ്. സോ 2 balls were being taken by റാണി. took, take, taken അതാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ടേക്ക് എന്നുള്ളത് എന്തായി മാറും? ഇവിടെ ടേക്കൺ എന്നായി മാറും. റാണി വാസ് ടേക്കിംഗ് 2 balls എന്നുള്ളത് 2 balls were being taken by റാണി എന്നായി മാറും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. ഐ വാസ് ടേക്കിംഗ് എ ബോട്ടിൽ. ഇവിടെ എ ബോട്ടിൽ എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. സബ്ജക്റ്റ് ഐ ആണ്. ഐ എന്നുള്ള സബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ മീ എന്നായി മാറും. അത് നേരത്തെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഐ വാസ് ടേക്കിംഗ് എ ബോട്ടിൽ എന്ന സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ എ ബോട്ടിൽ വാസ് ബീയിങ് ഡൺ ബൈ മീ എന്നായി മാറും. എ ബോട്ടിൽ വാസ് ബീയിങ് ഡൺ ബൈ മീ. നെക്സ്റ്റ്, ദേ വെയർ സ്മെല്ലിങ് ഫ്ലവേഴ്സ്. ദേ വെയർ സ്മെല്ലിങ് ഫ്ലവേഴ്സ്. ഇവിടെ ഒബ്ജക്റ്റ് ഫ്ലവേഴ്സ് ആണ്. സ്മെൽ എന്നുള്ളതാണ് വെർബ് എന്ന് പറയുന്നത്. ആ വെർബിൻ്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് സ്മെൽറ്റ് ആണ്. അപ്പോൾ ഫ്ലവേഴ്സ് വെയർ ബീയിങ് സ്മെൽറ്റ് ബൈ ദം. ദേ വെയർ വാച്ചിങ് എ മാജിക് ഷോ. ഇവിടെ മാജിക് ഷോ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. മാജിക് ഷോ ഒരു സിംഗുലർ വേർഡാണ്. സിംഗുലർ വേർഡാകുമ്പോൾ വാസ് ബീയിങ്, പിന്നെ തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഇവിടെ വെർബ് എന്ന് പറയുന്നത് വാച്ചാണ്. തേർഡ് ഫോം എന്ന് പറയുന്നത് വാച്ച്ഡ്. സോ ഈ സെൻറ്റൻസ് എങ്ങനെയായി മാറും? എ മാജിക് ഷോ വാസ് ബീയിങ് വാച്ച്ഡ് ബൈ ദം. ഇനി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 5 ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ഒരു നോട്ട്ബുക്കിൽ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ചൈൽഡ് വാസ് ഡ്രിങ്കിങ് എ കപ്പ് ഓഫ് മിൽക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി വെയർ മേക്കിംഗ് എ ഗാർഡൻ. വി വെയർ മേക്കിംഗ് എ ഗാർഡൻ. മൈ ബ്രദർ വാസ് ലേണിംഗ് എ ലെസൺ. ബ്രദർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. BRO ആണ്. മൈ ബ്രദർ വാസ് ലേണിംഗ് എ ലെസൺ. ഐ വാസ് ടേക്കിംഗ് പോട്ട്സ്. ഐ വാസ് ടേക്കിംഗ് പോട്ട്സ്. വി വെയർ ഈറ്റിംഗ് മെനി ഫിഷസ്. വി വെയർ ഈറ്റിംഗ് മെനി ഫിഷസ്. നമുക്കൊന്ന് ആൻസർ ട്രൈ ചെയ്യാം. ദ ചൈൽഡ് വാസ് ഡ്രിങ്കിങ് എ കപ്പ് ഓഫ് മിൽക്ക്. നിങ്ങൾ എഴുതി ആൻസർ ചെക്ക് ചെയ്യുക. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ കപ്പ് ഓഫ് മിൽക്ക്. എ കപ്പ് ഓഫ് മിൽക്ക് സിംഗുലർ ഒബ്ജക്റ്റ് ആണ്. സോ എ കപ്പ് ഓഫ് മിൽക്ക് വാസ് ബീയിങ് ഡ്രിങ്ക്, തേർഡ് ഫോം ഡ്രാങ്ക്, വാസ് ബീയിങ് ഡ്രാങ്ക് ബൈ ദ ചൈൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി വെയർ മേക്കിംഗ് എ ഗാർഡൻ. മേക്ക് തേർഡ് ഫോം മെയ്ഡ് ആണ്. അപ്പോൾ എ ഗാർഡൻ വാസ് ബീയിങ് മെയ്ഡ് ബൈ us, US, വി us ആയിട്ട് മാറും. മൈ ബ്രദർ വാസ് ലേണിംഗ് എ ലെസൺ. എ ലെസൺ വാസ് ബീയിങ് ലേൺഡ് ബൈ മൈ ബ്രദർ. ഐ വാസ് ടേക്കിംഗ് പോട്ട്സ്. പോട്ട്സ് എന്നുള്ളത് പ്ലൂറലാണ്. അപ്പോൾ പോട്ട്സ് വെയർ ബീയിങ് ടേക്കൺ ബൈ ഐ എന്നുള്ളത് മീ ആയി മാറും. ടേക്കൺ ബൈ മീ. വി വെയർ ഈറ്റിംഗ് മെനി ഫിഷസ്. മെനി ഫിഷസ് പ്ലൂറൽ വേർഡാണ്. മെനി ഫിഷസ് വെയർ ബീയിങ് ഈറ്റൺ ബൈ us. വെരി ഗുഡ്. ആൻസർ നോക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.